ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2024 വാർഷിക പരീക്ഷ 3ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇസ്ലാം 1, അതായത് പാഠഭാഗം 1 മുതൽ 10 വരെയുള്ള പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ദുറൂസുൽ ഇസ്ലാം 1 എന്ന് പറഞ്ഞിട്ട് എക്സാം വരുന്നത്. അപ്പോൾ അതിൻ്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ അതുപോലെ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറ്റൊരു ദുറൂസുൽ ഇസ്ലാം 1 എന്ന് പറഞ്ഞിട്ട് ചോദ്യപേപ്പർ. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്തുക. പിന്നെ പാഠഭാഗങ്ങൾ മുഴുവനായിട്ട് ഉള്ള ചോദ്യപേപ്പർ ദുറൂസുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം എക്സാം. പാഠഭാഗം മുഴുവനായിട്ടായിരുന്നു അത്. അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പുള്ള ചോദ്യപേപ്പറുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്തുക. അതൊക്കെ ലഭിക്കാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക. 82 89 89 29 85 ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അവർക്ക് ലിങ്കുകൾ അയച്ചു തരാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ് ആദ്യത്തെ 10 ചോദ്യങ്ങൾക്ക്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ചോദ്യം? എന്താണ്? സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹദി ആരാണ്? സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഖദീജ റളിയല്ലാഹു അൻഹാക്കാണ്. നമുക്ക് ടിക്ക് ചെയ്യാം. അപ്പോൾ ആ പാഠത്തിൽ പറഞ്ഞത് എന്താണ്? സ്വർഗ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഹുവൈലിദിൻ്റെ മകൾ ഖദീജയും മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയും മുസാഹിമിൻ്റെ മകൾ ആസിയയും ഇമ്രാൻ്റെ മകൾ മറിയമുമാണ്. അപ്പോൾ ഇവിടെ ആ പേരുകളിൽ ഖദീജ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ മറ്റ് ഓപ്ഷൻ തന്നിട്ട് ഖദീജക്ക് പകരം ആസിയ, മറിയം, ഫാത്തിമ ഇതൊക്കെ തന്നാൽ നമുക്കത് ടിക്ക് ചെയ്യാം. ഏതെങ്കിലും ഒന്നാണല്ലോ നമുക്ക് ശരി ഉത്തരമായിട്ട് ഓപ്ഷൻ തരിക. അപ്പോൾ ഇവിടെ വന്നത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. എല്ലാവരും മനസ്സിലാക്കി ആ പാഠം പഠിക്കാം. അതുപോലെ ഹുവൈലിദിൻ്റെ മകളാണ് ആര് എന്ന ചോദ്യം നമുക്ക് വരാം. അതുപോലെ മുസാഹിമിൻ്റെ മകൾ, അങ്ങനെ അവരുടെ പിതാവിൻ്റെ പേര് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ അതുപോലെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താണ്? ഈ ലോകത്ത് നിന്ദ്യതയും അപമാനവും ലഭിക്കും. ആർക്കാണ്? മോഷ്ടാക്കൾക്കാണ്. മോഷ്ടാക്കൾക്ക് ഈ ലോകത്ത് നിന്ദ്യതയും അപമാനവും ലഭിക്കും. പരലോകത്ത് കഠിന ശിക്ഷയും. മോഷ്ടാക്കൾക്ക് പരലോകത്ത് കഠിന ശിക്ഷയും, ഈ ലോകത്ത് നിന്ദ്യതയും അപമാനവും. പഠിക്കുക. പരലോകത്ത് കഠിന ശിക്ഷ ലഭിക്കും. ആർക്കാണ്? മോഷ്ടാക്കൾക്ക്. അങ്ങനെ നമ്മൾ ഇവിടെ ചോദ്യം മനസ്സിലാക്കണം. അടുത്തതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിരുന്നു ആര്? അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ കുറിച്ചിട്ട് നമ്മളൊരു പാട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാടി നോക്കുക. വസബഅത്തുൻ ഔലാദുഹും ഖാസിമുൻ സൈനബ് റുഖിയ ഫാത്തിമ യാ ഫാഹിമു വ ഉമ്മു കുൽസു വ അബ്ദുല്ലാഹി മിൻ ഖദീജത്തുൽ കുബ്ര ബിതർതീബിർ സുകിൻ. അപ്പോൾ അതിൽ ഇവിടെ വന്ന പേരേതാണ്? ഹഫ്സ, സൗദ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്. അപ്പോൾ ഇവിടെ റുഖിയ റളിയല്ലാഹു അൻഹ ഇതാണ് മകളായിട്ട് വന്നത്. അപ്പോൾ ആ ബൈത്ത് നന്നായി പഠിച്ചാൽ നമുക്ക് പേരുകൾ ഓർത്ത് പെട്ടെന്ന് എടുക്കാൻ കഴിയും. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അവരെ പേര് തരാം, ബാക്കി മക്കളുടെ പേരും തരാം. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത എന്താണ്? അല്ലാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ പ്രിയങ്കരനാക്കും. ആർക്കാണ്? അയൽക്കാർക്കാണ്. അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അയാളെ അയൽക്കാർക്ക് പ്രിയങ്കരനാക്കും. എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാർ ക്ഷീണിക്കുന്ന തൊഴിൽ എന്തായിരുന്നു? ആടുമേക്കൽ. എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാൻ ശീലിക്കും. പിന്നെന്താണ്? ക്ഷമയും സഹനവും പഠിക്കും. ആടുമേക്കുന്നതിലൂടെ ക്ഷമയും സഹനവും പഠിക്കും. എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാനും ശീലിക്കും. അപ്പോൾ അത് ഇവിടെ വന്നത് കാരുണ്യത്തോടെ പെരുമാറാൻ ശീലിക്കുന്ന തൊഴിൽ ചോദിച്ചിട്ടാണ്. അപ്പോൾ ആടുമേക്കലാണ്. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? അല്ലാഹു തആല ആദരിച്ചതിനെ ആദരിക്കാത്തത് കൊണ്ട് ശാപത്തിനിരയായി. ആരായിരുന്നു? ഇബ്ലീസ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. ഇബ്ലീസ്
അത് ചെയ്തില്ല. അപ്പോൾ അല്ലാഹു തആല ശാപത്തിനിരയാക്കി ഇബ്ലീസ്. ടിക്കയ്യ. അടുത്തത് എന്താണ്? നിശ്ചയം ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. ഇത് പറഞ്ഞതാര്? ആരായിരുന്നോ? ബഹീറ. ബഹീറയാണ് അബൂ തോലിബിനോട് പറഞ്ഞത്, നിശ്ചയം ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. മനസ്സിലാക്കാം. അടുത്തതാ, ഇസ്ലാമിൻ്റെ മഹത്വമറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചു. ആരായിരുന്നോ? മജൂസിയാണ് ഇസ്ലാമിൻ്റെ മഹത്വമറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചത്. ഹബ്ബരീഹു സാറൽ മുസ്നു കബുലൽ ഡേഷ് മഅൽ ഇൻദാർ. നമുക്ക് മർഹം എന്ന് പറഞ്ഞിട്ടൊരു ബൈത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നത്. അപ്പോൾ ആ ബൈത്ത് നന്നായി പഠിക്കുക. നമുക്ക് ലൈന്, ഇത് ഒന്നാമത്തെ ലൈനാണ് വന്നത്. നമുക്ക് വേറെ ലൈന് മാറി തന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ മനസ്സിലാക്കുക. ഇവിടെ എന്താണ്? കബുലൽ മത്വരി മഅൽ ഇൻദാർ. നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? 7 പേനകൾ എന്നാണ് അർത്ഥം. പേന, കലം. അപ്പോൾ അത് 7 ഉള്ളതുകൊണ്ട് അക്ലാമിൻ, സബഅത്തു അക്ലാമിൻ. നമുക്കൊരു അറബി ചാപ്റ്റർ വന്നിരുന്നു, ജരീദത്തു സിറാജ്. അപ്പോൾ ആ പാഠഭാഗത്തിൻ്റെ തദ്രിബാത്തിൽ വന്ന മീനിങ്സുകളും നക്ര വായിച്ച് മനസ്സിലാക്കാൻ വന്നതും ഒക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതിൽ നിന്ന് തന്നെയാണ് ഇത് വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളോ അർത്ഥം എഴുതാനോ ഒക്കെ. പിന്നെന്താ ജരീദത്ത് സിറാജ് എന്ന് പറഞ്ഞാൽ സിറാജ് ദിനപത്രം, അങ്ങനെയുള്ള മീനിങ്സൊക്കെ മനസ്സിലാക്കുക. ജരീദത്ത് എന്ന് പറഞ്ഞാൽ പത്രം. പിന്നെന്താണ്? അതിൽ പൈസ പറയുന്നുണ്ട്. തിസ്ബു റൂബിയാത്ത് വനിസ്ഫ്, 9.5 രൂപ, അര, നിസ്ഫ്, അതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ മറ്റു സബ വനിസ്ഫ്, 7.5 എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുക. നിസ്ഫ് എന്ന് പറയുന്നതാണ് അര വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നമുക്കിവിടെ ചേരുംപടി ചേർക്കാനാണ് വന്നത്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാജനം. ആരായിരുന്നോ സ്നേഹഭാജനം? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ കളവ് നടത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ശിക്ഷിക്കാൻ വിധിച്ചു. അത് അവരുടെ ഗോത്രക്കാരെ വിഷമിപ്പിച്ചു. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാജനമായ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശിക്ഷയിൽ ഇളവ് വരുത്താൻ അപേക്ഷിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉസാമ റളിയല്ലാഹു അൻഹു എന്നതാണ് അവിടെ സി നമുക്ക് അടയാളപ്പെടുത്താം. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ബൈത്ത് പാടിയിരുന്നു. അപ്പോൾ അതിൽ കാസിമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇവിടെ വരുന്നത്. അടുത്തത് അയൽവാസിയെ ആദരിച്ചു. ആരായിരുന്നു അയൽവാസിയെ ആദരിച്ചത്? അയൽവാസിയെ ആദരിച്ചു സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവിടെ സഹൽ റളിയല്ലാഹു അൻഹു എന്ന ബി നമുക്ക് എഴുതി കൊടുക്കാം. അദ്ദേഹത്തിന് മജൂസിയായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട് 10ാമത്തെ പാഠത്തിൽ. അപ്പോൾ അവിടെ അതിൻ്റെ ബി എഴുതാം. അടുത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ്റെ പിതാവിൻ്റെ സഹോദരൻ ആരാണ്? അബൂ താലിബ് എ. അതിൻ്റെ എ നമുക്കവിടെ എഴുതി കൊടുക്കാം. പൂരിപ്പിക്കാനാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അത് ഡേഷിൽ ശുപാർശ ചെയ്യും. എപ്പോഴാണ്? ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അത് അന്ത്യനാളിൽ ശുപാർശ ചെയ്യും. നമ്മൾ 1ാമത്തെ പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ഉത്തുബ കേൾക്കാനിടയായി, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താണ്? ഖുർആൻ പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്, നിങ്ങൾ
ഖുർആൻ ഓതുക, തീർച്ചയായും അത് പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ ശുപാർശ ചെയ്യും. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഉത്തമർ. ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ പരിപാലനമില്ലാത്ത വീട് പോലെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത എന്താണ്? അല്ലാഹു തആലയുടെ ഡേഷ് ആദരിക്കൽ ഭക്തിയിൽപ്പെട്ടതാണ്. എന്താണ്? അല്ലാഹു തആലയുടെ ചിഹ്നങ്ങൾ. അല്ലാഹു തആലയുടെ ചിഹ്നങ്ങൾ. രണ്ടാമത്തെ പാഠത്തിൻ്റെ അടിയിൽ തഖ്വൽ ഖുലൂബ് എന്ന പാഠത്തിൻ്റെ അടിയിൽ ഒരു ബോക്സ് വരുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് എന്താണ്? വമൻ യുഅല്ലിം ശആഇറല്ലാഹു ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കൽ ഭക്തിയിൽപ്പെട്ടതാണ്. ശആയിറ എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങൾ. അടുത്തതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഡാഷ് എല്ലാവരും ആടിനെ മേച്ചിട്ടുണ്ട്. എന്താണ്? എല്ലാ പ്രവാചകന്മാരെല്ലാവരും ആടിനെ മേച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ എല്ലാവരും ആടിനെ മേച്ചിട്ടുണ്ട്. അടുത്തത് സിത്ത സബ്അ. അപ്പോൾ ഇടയിൽ വിട്ടത് നമുക്ക് ഓർഡർ അറിയില്ലേ? വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ, അശറ. അപ്പോൾ ഇവിടെ സമാനിയ 8, തിസ്അ 9, അശറ 10. അപ്പോൾ അത് അങ്ങനെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അടുത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഡേഷുടെ ഉമ്മമാരാണ്. ആരുടെ ഉമ്മമാരാണ്? സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. അപ്പോൾ അത് തിരിച്ചു ചോദ്യം വരും. സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. അങ്ങനെ പഠിക്കാം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താ വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കൾ എത്ര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കൾ എത്രയാണ്? 4 പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളുണ്ടായിരുന്നു. 4 പെൺമക്കളും 3 ആൺമക്കളും. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ എത്രയെന്ന് വെച്ചാൽ നമുക്ക് 3 എന്ന് എഴുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു എന്ന് വെച്ചാൽ 7 മക്കളുണ്ടായിരുന്നു. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിതത്ത് ഏത് എന്നാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിതത്താണ് വിശുദ്ധ ഖുർആനാണ്. ആലിമുകളെ ആദരിക്കുന്നതിൻ്റെ വിധി എന്ത്? ആലിമുകളെ ആദരിക്കുന്നതിൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ നിർബന്ധമാണ്. അല്ലാഹു തആല ആദരിച്ച വ്യക്തികളെയും വസ്തുക്കളെയും ആദരിക്കൽ നമുക്ക് നിർബന്ധമാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആലിമുകൾ എന്നത് അതിന് എടുത്തു ചോദിച്ചതാണ്. ആലിമുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പണ്ഡിതന്മാരാണ്. അപ്പോൾ അവിടെ ആരൊക്കെയായിരുന്നു പറഞ്ഞത്? നബിമാർ, അഹ്ലുബൈത്ത്, സഹാബത്ത്, വലിയുമാർ, ആലിമുകൾ, സജ്ജനങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുതിർന്നവർ തുടങ്ങിയവരെ നാം ആദരിക്കണം. ആദരിക്കേണ്ട വ്യക്തികൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ആലിമുകളെ ആദരിക്കുന്നതിൻ്റെ വിധി നിർബന്ധമാണ്. ഖുർആന്, മതഗ്രന്ഥങ്ങൾ, കഅബത്തുൽ മുക്കറം, ഹുജ്റത്തു ഷരീഫ്, മസ്ജിദുകൾ, മുഅ്മിനീങ്ങളുടെ ഖബറുകൾ മുതലായവ നാം ആദരിക്കേണ്ട വസ്തുക്കളാണ്. അപ്പോൾ ഇതുപോലെ ഖബറുകൾ ആദരിക്കുന്നതിൻ്റെ വിധി എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതണം നിർബന്ധം. അത് അല്ലാഹു തആല ആദരിച്ച വസ്തുക്കളാണ്. അപ്പോൾ അതൊക്കെ ആദരിക്കൽ നിർബന്ധമാണ്. ആടുകളെ മേച്ചാൽ എന്തു പഠിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് പഠിക്കുക? ക്ഷമയും സഹനവും പഠിക്കും. ക്ഷമയും സഹനവും പഠിക്കും. എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാനും ശീലിക്കും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നമുക്കിവിടെ ഒറ്റ വാക്കിൽ എഴുതണ്ടല്ലേ? മനസ്സിലാക്കാം. ക്ഷമയും സഹനവും എഴുതിയാൽ മതി. ഓക്കെ. അടുത്തത് തോട്ടം എന്നതിൻ്റെ അറബി പദം. തോട്ടം മർഹൻ എന്നതിൽ നിന്നാണ് അറബി പാഠത്തിൻ്റെ തദ്രിബാത്തിൻ്റെ ഭാഗത്ത് വരുന്ന മീനിങ്സുകളൊക്കെ നന്നായിട്ട് പഠിക്കുക. അങ്ങനെ അർത്ഥങ്ങൾ അറബി അർത്ഥം എഴുതാൻ വരെ അറബി ചാപ്റ്റർ എന്നാണ് അത് മനസ്സിലാക്കുക. അപ്പോൾ തോട്ടൻ എന്നതിൻ്റെ ഇത് ബുസ്താൻ എന്നാണ്. ബുസ്താൻ. അപ്പോൾ ഇനി നമുക്ക് അതന്നെ വരണമെന്നില്ല.
അതിൽ നിന്നുള്ള മറ്റേതെങ്കിലും വേർഡ്സ് തന്നിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം എഴുതാൻ വരും. അതിൻ്റെ തദ്രിഭാഗത്തിൽ വന്നിട്ടുണ്ട് കുറേ അർത്ഥങ്ങളുണ്ട്. അഷ്ജാർ എന്ന് പറഞ്ഞാൽ മരങ്ങൾ. മരങ്ങൾ എന്നതിൻ്റെ അറബി എന്തെന്ന് വെച്ചാൽ നമുക്ക് അഷ്ജാർ എന്ന് എഴുതണം. അതുപോലെ വീട്, വീട് എന്നതിൻ്റെ അറബി എന്ത്? അവിടെ ദാറുൻ എന്ന് പറയുന്നുണ്ട് വീടിന്. മനസ്സിലാക്കാം. ആ പാഠത്തിൻ്റെ പേര് മർഹൻ എന്നാണ്. അപ്പോൾ അതെന്താണ് വരുന്നത്? ആനന്ദം, ആനന്ദം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അതൊക്കെ ആ പാഠത്തിൻ്റെ തദ്രിഭാഗത്ത് മനസ്സിലാക്കുക. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. അയൽവാസികളോട് എങ്ങനെ പെരുമാറണം? എങ്ങനെയാണ് അയൽവാസികളോട് പെരുമാറേണ്ടത്? നമ്മൾ 10ാമത്തെ പാഠത്ത് പറയുന്നുണ്ടല്ലേ, അത് എന്താണ്? അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വിഷമമുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യരുത്. അവരെ അയൽവാസികളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വിഷമമുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യരുത്. ഇതെങ്ങനെയാണ് നമ്മൾ അയൽവാസികളോട് പെരുമാറേണ്ടത്? ആരാണ് അയൽവാസികൾ? നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. ഡാഷ് നമുക്ക് വലിയ കടമയുണ്ട് എന്ന് കാണുക. നമുക്ക് അവിടെ എന്ത് എഴുതി കൊടുക്കാം? അയൽവാസികളോട് നമുക്ക് വലിയ കടമകളുണ്ട്. മനസ്സിലാക്കാം. അടുത്തതെന്താണ്? നബി കുടുംബം വ്യാപിച്ചത് ആരിലൂടെയാണ്? ആരിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം വ്യാപിച്ചത്? ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹ എന്നിവരുടെ സന്താന പരമ്പരയിലൂടെയാണ്. ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹ എന്നിവരുടെ സന്താന പരമ്പരയിലൂടെയാണ് നബി കുടുംബം വ്യാപിച്ചത്. മനസ്സിലാക്കാം. അടുത്തത്, മുൻപുള്ളവരെ അല്ലാഹു തആല നശിപ്പിച്ചത് അവരുടെ അനീതിയാണ്. എന്തായിരുന്നു അവരുടെ അനീതി? നമ്മളെ 6ാമത്തെ പാഠത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെ അനീതി? എന്തായിരുന്നു? മാന്യന്മാർ മോഷ്ടിച്ചാൽ അവരെ വെറുതെ വിടും, ബലഹീനർ മോഷ്ടിച്ചാൽ അവർക്കെതിരെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും. അതായിരുന്നു മുമ്പുള്ളവരുടെ അനീതി. അതാണ് അവരെ അല്ലാഹു തആല നശിപ്പിച്ചത്. അപ്പോൾ അവിടെ മനസ്സിലാക്കുക, മാന്യന്മാർ മോഷ്ടിച്ചാൽ അവരെ വെറുതെ വിടുകയും ബലഹീനർ മോഷ്ടിച്ചാൽ അവർക്കെതിരെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും. അതാണ് മുമ്പുള്ളവരെ, നമുക്ക് മുമ്പുള്ളവരെ അല്ലാഹു തആല നശിപ്പിച്ചത് എന്ന് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹഭാജനമായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. മോഷണം മഹാപാപമാണ്, സത്യവിശ്വാസികൾ മോഷ്ടിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മോഷ്ടാവിനെ ജനങ്ങൾ വെറുക്കുന്നു, ഈ ലോകത്ത് അവർക്ക് നിന്ദ്യതയും അപമാനവും ലഭിക്കും, പരലോകത്ത് കഠിന ശിക്ഷയും ലഭിക്കുന്നു. സാധനങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും മറ്റിടപാടുകൾ നടത്തുമ്പോഴൊക്കെ സത്യസന്ധത പാലിക്കണം. സത്യസന്ധത. ജനങ്ങളുടെ സ്വത്തിനും അഭിമാനത്തിനും ജീവനും സംരക്ഷണം നൽകിയിട്ടുണ്ട് ഇസ്ലാം. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? 5 പെൺകുട്ടികൾ. അത് അറബിയിൽ എഴുതാനാണ്. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ബിന്താണ്. അപ്പോൾ ഇവിടെ 5 എണ്ണം ഉള്ളതുകൊണ്ട് അവിടെ ബനാത്തിൻ എന്ന് വരും. നമുക്ക് അറബി ജരീദത്തു സിറാജ് എന്ന പാഠത്തിൻ്റെ തദ്രിഭാഗത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ 5 എന്നതിന് ഹംസ എന്നുള്ളത് ഹംസു ബനാത്തിൻ എന്ന് 5 പെൺകുട്ടികളുള്ളതിന് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് ഇനി എന്താണ്? 5 വരി കുറയാതെ ഉപന്യസിക്കാൻ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ കുറിച്ചിട്ടാണ് എഴുതാൻ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, സത്യവിശ്വാസികളുടെ ഉമ്മമാരെ കുറിച്ചിട്ടാണ്. നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? അപ്പോൾ നമ്മൾ 5ാമത്തെ പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണെന്ന് തൊട്ടിട്ട് ഒരു പാരഗ്രാഫ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ എഴുതി വെക്കാൻ കഴിയും. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ദീനിന് വേണ്ടി ത്യാഗം സഹിക്കുകയും ചെയ്തവരാണവർ. മതവിജ്ഞാനങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ അവർ മഹത്തായ പങ്കുവഹിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തേക്കാൾ കടമപ്പെട്ടവരാണ്. സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും മറ്റെല്ലാവരേക്കാളും സ്വന്തം ശരീരത്തെക്കാളും വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ച് നമുക്ക് അതൊന്ന് 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ പഠിക്കാം. അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ കുറിച്ചിട്ട് എഴുതാൻ വന്നാലും ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഒന്നാമത്തെ പാഠത്തിൽ ഖുർആനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിന് വലിയ വശീകരണ ശക്തിയുണ്ട്. ഖുർആനെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ അഅ്ലമുൽ മുഅ്ജിസാത്ത് എന്നാണ് ഹെഡിങ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആ പാഠത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ 5 വരി കുറയാതെ എഴുതാൻ കഴിയണം. ഖുർആന് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകളൊക്കെ ഖുർആനിന് മുന്നിൽ മുട്ടുകുത്തിയിട്ടുണ്ട്. ഇസ്ലാമിനെ എതിർത്ത ഉത്തുബ ഖുർആനിൻ്റെ മഹത്വം അംഗീകരിച്ചു. പിന്നെ ഖുർആൻ പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കും. ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റു ഗ്രന്ഥങ്ങളെല്ലാം പ്രാബല്യത്തിലില്ലാതായി ഖുർആനിന് തുല്യമായത് കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല എന്നൊക്കെ അവിടെ മനസ്സിലാക്കുക. ഖുർആൻ എങ്ങനെയാണ് മക്കക്കാരെ വെല്ലുവിളിച്ചത് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ആ പാഠത്തുനിന്ന് എഴുതാൻ വന്നാൽ എഴുതാൻ കഴിയുന്ന രീതിയിൽ ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് പഠിക്കുക. പിന്നെ അല്ലാഹു തആല ആദരിച്ചത് വ്യക്തികളും വസ്തുക്കളും മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ആരാധിച്ചിരുന്നു. അതിന് ഉദാഹരണമാണെന്ത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചോദ്യമായിട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചുകൊണ്ട് മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിച്ചിരുന്നില്ല. ആര്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. പിന്നെ ആരാണ് സഹാബി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരാണ് സഹാബികൾ. ആരാണ് വലിയ? അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ് വലിയ. പിശാചുക്കളുടെ നേതാവ്, പിശാചുക്കളുടെ പിതാവ് ആണ് ആര്? ഇബ്ലീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൻ്റെ പേരെന്താണ്? മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ ശബ്ദമുണ്ടാക്കിയതിന് ആരോടാണ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ശോഭിച്ചത്? തോയിഫുകാരോടാണ്. അപ്പോൾ അതൊക്കെ ആ പാഠത്തുനിന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യപേപ്പറിൻ്റെ കൂടെ അതുപോലെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യപേപ്പറുകളൊക്കെ എല്ലാവരും ഉപകാരപ്പെടുത്തുക. പിന്നെ ആട് മേയ്ക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നത് ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം ദാരിദ്ര്യപൂർണമായിരുന്നു, കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. സത്യവിശ്വാസി മോഷ്ടിക്കുകയില്ല എന്നതിനെക്കുറിച്ച് 5 വരിയിൽ എഴുതാമെന്ന് നമുക്ക് എന്ത് എഴുതാം? അവിടെ മോഷണം മഹാപാപമാണ്, സത്യവിശ്വാസികൾ മോഷ്ടിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മോഷ്ടാവിനെ ജനങ്ങൾ വെറുക്കും. ഈ ലോകത്ത് അവർക്ക് നിന്ദ്യതയും അപമാനവും ലഭിക്കും. പരലോകത്ത് കഠിന ശിക്ഷയുണ്ട്. ഇസ്ലാം ജനങ്ങളുടെ സ്വത്തിനും അഭിമാനത്തിനും ജീവനും സംരക്ഷണം നൽകിയിട്ടുണ്ട്. പണം, സ്വർണം, വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇങ്ങനെ പലതും ആളുകളുടെ കൈവശമുണ്ടാകും. അത് അവരുടെ സ്വത്താണ്. അത് തട്ടിപ്പറിക്കരുത്, അനർഹമായി കൈക്കലാക്കുകയും അരുത്. വിശ്വസ്തതയും സത്യസന്ധതയും കൈക്കൊള്ളണം. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ അന്യരുടെ ധനം കാത്തു സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ചെറിയ വസ്തുക്കൾ കട്ട് ശീലിച്ചവരാണ് പിന്നീട് വലിയ കള്ളന്മാരാകുന്നത്. അപ്പം അത് മനസ്സിലാക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അബൂ ത്വാലിബിൻ്റെ കൂടെ ബുസ്രയിലേക്ക് പോയത്. അവിടെ ബഹീറ എന്ന വേദപണ്ഡിതൻ, ബഹീറ വേദപണ്ഡിതനാണ്, വേദപണ്ഡിതനാണ് ബഹീറ അവരെ കണ്ടത് എവിടെ വെച്ചിട്ടാണ്? ബുസ്ര പട്ടണത്തിൽ വെച്ചിട്ടാണ്. എന്തായിരുന്നു കണ്ടത്? ആ കച്ചവട സംഘത്തിന് മുകളിൽ ഒരു പ്രത്യേക ഭാഗം ആകാശത്ത് നിഴൽ വിരിച്ചിരിക്കുന്നു. അവരുടെ സഞ്ചാരഗതിക്കനുസരിച്ച് അത് മുകളിലൂടെ തെന്നി നീങ്ങുന്നു. ബഹീറ അത്ഭുതപ്പെട്ടു. ആ പാഠത്തെ മനസ്സിലാക്കാം. അന്ത്യപ്രവാചകനെ കുറിച്ച് വേദങ്ങളിൽ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കണ്ട് ബഹീറ എന്താണ് അബൂ ത്വാലിബിനോട് പറഞ്ഞത്? അവനുമായി ഉടനെ നാട്ടിലേക്ക് മടങ്ങുക, ജൂതന്മാരെ സൂക്ഷിക്കുക, അവർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം, ഈ കുഞ്ഞിന് മഹത്തായ ഭാവിയുണ്ട്. ഈ കുഞ്ഞിന് മഹത്തായ ഭാവിയുണ്ട് ഇത് പറഞ്ഞതാര്? ചോദ്യം വരും. ആരാണ്? ബഹീറയാണ് പറഞ്ഞത്. സ്വർഗത്തിലെ സ്ത്രീകൾ എന്നതിനെ കുറിച്ച് എഴുതാൻ വരും. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പാരഗ്രാഫ് 9ാമത്തെ പാഠത്തിൽ, അപ്പോൾ അത് അവിടെ നന്നായി മനസ്സിലാക്കി പഠിക്കുക, എന്നിട്ട് എഴുതുക. അതേപോലെ അയൽവാസികളെ കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ, അയൽവാസികൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. അവരോടുള്ള കടപ്പാടും അവരെ നാം സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അയൽവാസികൾക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത്. അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസികൾക്ക് നന്മ ചെയ്യും. അല്ലാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവന് തൻ്റെ അയൽക്കാർക്ക് പ്രിയങ്കരനാക്കും. മൻ അറാദല്ലാഹു ബിഹൈറിൻ ഹബ്ബബഹു ഇലാ ജീറാനിഹി. എല്ലാ പാഠത്തിൻ്റെയും അടിയിൽ വരുന്ന ആ ബോക്സും അർത്ഥവും നന്നായി മനസ്സിലാക്കുക. മാച്ച് ചെയ്യാനൊക്കെ വരാം, വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ അത് വരും. മൻ അറാദല്ലാഹു ബിഹി ഹൈറൻ, അടുത്ത ഇതിൽ ഹബ്ബബഹു ഇലാ ജീറാനിഹി എന്ന് നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നമുക്ക് ഇന്ന് ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത ചോദ്യപേപ്പറുമായി കാണാം. അപ്പോൾ നമുക്ക് മുമ്പത്തെ ചോദ്യപേപ്പറൊക്കെ ഉപകാരപ്പെടുത്താം. ഇതുപോലെ അതിലും ഓരോ ചോദ്യങ്ങൾ വരുമ്പം അതിനെ തുടർന്ന് പാഠത്തുനിന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.